ഒരു ലോഗോ ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ആയോ? ഒരു വെബ്സൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ആയോ? ഒരു പാക്കേജ് ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ബ്രാൻഡിംഗ് ആയോ? ബ്രാൻഡ് എന്നാൽ ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചോ സ്ഥാപനത്തെക്കുറിച്ചോ ഒരു വ്യക്തി കേൾക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഇമോഷനാണ്. ഈ ഇമോഷനെ ബേസ് ചെയ്തിട്ടാവണം ലോഗോവും വെബ്സൈറ്റും പാക്കേജ് ഡിസൈനും കോണ്ടന്റും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിർമ്മിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്കും ഒരു ബ്രാൻഡ് നിർമ്മിക്കാം. നമസ്കാരം, ഞാൻ സിജു രാജൻ. ഇന്ന് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, അത് ചെറിയ ബിസിനസ് ആയിക്കോട്ടെ വലിയ ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമാണ്. വളരെ അനിവാര്യമായിട്ടൊരു ഘടകമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുക്കുക എന്ന് പറയുന്നത്. പലപ്പോഴും കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനും ബിസിനസ്സിനെ ലോങ് റണ്ണിലേക്ക് നയിക്കുവാനും ഈവൻ ഓൺലൈനായിട്ട് ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പലരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ, എത്രയൊക്കെ പേര് നോക്കിയിട്ടും ആ പേരിന് ട്രേഡ് മാർക്ക് കിട്ടുന്നില്ല. ഓൾറെഡി മറ്റ് കമ്പനീസ്, മറ്റ് സ്ഥാപനങ്ങൾ ആ പേരിൽ ട്രേഡ് മാർക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര പേര് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അത് ട്രേഡ് മാർക്ക് കിട്ടുന്നില്ല. അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള പേരുകൾ ചൂസ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഓർക്കുക, 1 മുതൽ 45 വരെയാണ് നമുക്ക് ട്രേഡ് മാർക്ക് ക്ലാസ്സസ് വരുന്നത്. ഓരോ ക്ലാസ്സിലും ഓരോ വിഭാഗം പ്രോഡക്ട്സ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്ന ട്രേഡ് മാർക്ക് ക്ലാസ്സസ്. ഒന്നാണ് 3 ട്രേഡ് മാർക്ക് ക്ലാസ് 3. അതിൽ കോസ്മെറ്റിക്സും ക്ലീനിങ് പ്രോഡക്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. കാര്യം ക്ലീനിങ് പ്രോഡക്ട്സും ഇത്തരം കോസ്മെറ്റിക് പ്രോഡക്ട്സ് എല്ലാം സ്ഥിരമായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് 3 കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ജനറൽ ആയിട്ടുള്ള പല നെയിംസും ക്ലാസ് 3 കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് ക്ലാസ് 29, 30 ഫുഡ് ഐറ്റത്തിൻ്റെയാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. ധാരാളം ആൾക്കാർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. മസാല പൗഡർ ആയിക്കോട്ടെ, ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, സ്നാക്സ് ആയിക്കോട്ടെ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്നത് ക്ലാസ് 29 അല്ലെങ്കിൽ 30 ആയിരിക്കും. അതിലും ജനറലായിട്ടുള്ള പേരുകളൊന്നും, സാധാരണ നമ്മൾ ഡിക്ഷണറിയിൽ കാണുന്ന പേരുകളോ അങ്ങനത്തെ പേരുകളൊന്നും നമുക്ക് കിട്ടത്തില്ല. പിന്നെ വരുന്നത് ക്ലാസ് 25 ആണ്. ക്ലാസ് 25-ലാണ് ഡ്രസ്സ് ഐറ്റംസ് വരുന്നത്, വസ്ത്രങ്ങൾ. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസും ധാരാളം ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ക്ലാസ് നമുക്ക് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നത് ക്ലാസ് 35 ആണ്, സർവീസാണ്. അതായത് മാർക്കറ്റിംഗ് ഏജൻസി, റീറ്റെയിൽ, ഹോൾസെയിൽ ഷോപ്സ്, റീറ്റെയിൽ ഷോപ്സ്, ഇത്തരത്തിലുള്ള കൺസൾട്ടിങ്, ബിസിനസ് കൺസൾട്ടിങ്. അപ്പോൾ അത്തരത്തിലുള്ള ബിസിനസ്സുകളും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും ക്ലാസ് 35 നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എങ്കിൽ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു നല്ലൊരു പേര് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അത്തരത്തിൽ പേര് ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിലൊന്ന്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ടേംസ് ഒരിക്കലും നിങ്ങൾ ട്രേഡ് മാർക്കിനകത്ത് യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂ എന്ന് പറയുന്നത്, പുതുമ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ഫ്രഷ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഹെവൻലി എന്ന് പറയുന്ന ഒരു ടേം, ഹെവൻലി, ഈ ഹെവൻലി എന്ന് പറയുന്ന പേരിൽ നമുക്ക് ട്രേഡ് മാർക്ക് ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ക്ലാസ് 30, 29 രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ന്യൂ ഹെവൻലി എന്ന് പറഞ്ഞ് കൊടുക്കാം, അപ്പോൾ നമുക്കത് കിട്ടത്തില്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ഹെവൻലി ഫ്രഷ് ഹെവൻലി എന്ന് പറഞ്ഞ് കൊടുക്കാം, അപ്പോൾ അത് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം അത് ആ പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. ആ ഹെവൻലി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ആ ടേമിന് ഓൾറെഡി ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പിൽ എന്തെങ്കിലും ഒരു പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് ഈ ന്യൂ എന്ന് പറയുന്നതും ഫ്രഷ് എന്ന് പറയുന്നതും അത്തരത്തിലുള്ള പ്രോഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ടേംസ് പരമാവധി ട്രേഡ് മാർക്കിനെ കൊടുക്കുന്ന സമയത്ത് ഒഴിവാക്കാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലുള്ള കമ്പനിയാണ് ഉചിതം? നിങ്ങൾ നിശ്ചയിച്ച പേരിന് ട്രേഡ് മാർക്ക് കിട്ടുമോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാനും ഈ പറയുന്ന കമ്പനി രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക 7012431293. മറ്റൊന്നാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ്, അതായത് ഡിക്ഷണറിയിൽ വരുന്ന ഇംഗ്ലീഷ് ടേംസ്. അത്തരത്തിലുള്ള ടേംസ് നിങ്ങൾ ട്രേഡ് മാർക്ക് ഇട്ട് കഴിഞ്ഞാലും കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇതെല്ലാം ആൾക്കാർ ഓൾറെഡി ട്രേഡ് മാർക്ക് എടുത്തിട്ടുള്ള പേരുകളായിരിക്കും. നമ്മളിന്ന് കാണുന്ന പല പേരും, ഇപ്പം ഗുഡ്നെസ് എന്ന് പറയുന്ന പേര്,
ആ പേരിൽ നിങ്ങൾക്ക് 29-30 ഒന്നും ട്രേഡ് മാർക്ക് കിട്ടത്തില്ല, ഗുഡ്നെസ് എന്ന് പറയുന്ന പേരിൽ. കാരണം ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ടേംസ് ആണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾ അതേപോലെ പേര് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വെക്കരുത്, നിങ്ങൾക്കത് ട്രേഡ് മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, സർ അങ്ങനെയാണെങ്കിൽ അതിന് മുൻപിൽ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഫ്രഷ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ന്യൂ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്രാൻഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടേം ആഡ് ചെയ്ത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിന് ശേഷം എന്തെങ്കിലും ആഡ് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? സോ അത് വളരെ കുറവാണ്. ഒബ്ജക്ഷൻസ് വരും, ഹിയറിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരും, മേ ബി ഒപ്പോസിഷൻസ് വരും. അപ്പം മേ ബി അത്തരത്തിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഏജൻസീസ് ഉണ്ടാകും. പക്ഷേ പ്രശ്നം ഇതാണ്, നമുക്കത് ട്രേഡ് മാർക്ക് കിട്ടുന്ന യാതൊരു അഷുറൻസും ഇല്ല. നമ്മൾ അതിൻ്റെ പുറകിൽ ഒരുപാട് പോകേണ്ടതായിട്ട് വരും. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 80% കിട്ടാൻ സാധ്യതയുള്ള പേരുകൾ മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് ആർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ആ ടെൻഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഘട്ടത്തിലായിരിക്കും മനസ്സിലാകുന്നത് ആ പേര് കിട്ടത്തില്ല എന്നുള്ള. എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതുവരെ നിങ്ങൾ ചെയ്ത ആ പാക്കേജിങ് എല്ലാം മാറ്റേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നാളെ മറ്റൊരു കമ്പനി നിങ്ങൾക്ക് നേരെ ആ പേര് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സിവിൽ നിയമപ്രകാരവും ക്രിമിനൽ നിയമപ്രകാരവും നിങ്ങൾക്കെതിരെ കേസ് എടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് നിയമപ്രകാരം. അതേപോലെ തന്നെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ട് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടും. അപ്പോൾ ഡെയിലി എന്ന് പറയുന്ന പേര് DAILY, അതിന് പകരം DAILE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം ഉച്ചാരണം സെയിം ആണ് അല്ലേ? ഡെയിലി സ്പെല്ലിംഗ് മാത്രമേ വ്യത്യാസമുള്ളൂ, രണ്ടിൻ്റെയും ഉച്ചാരണം സെയിം ആണ്. പ്രൊനൗൺസിയേഷൻ കൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് പറ്റുന്നൊരു അബദ്ധമാണ്. കാരണം ജസ്റ്റ് ട്രേഡ് മാർക്കിൻ്റെ സൈറ്റിനകത്ത് വെറുതെ ആ പേര് അങ്ങ് ടൈപ്പ് ചെയ്ത് നോക്കും, കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് അടിച്ച് നോക്കും, ആ പേര് കിട്ടില്ല, മീൻസ് ആ പേരിൽ മറ്റൊരു ബ്രാൻഡും രജിസ്റ്റേർഡ് അല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു, അവർ ട്രേഡ് മാർക്കിന് വേണ്ടി കൊടുക്കുന്നു. പക്ഷേ ഇവർ ഉച്ചാരണം നോക്കിയിട്ടില്ല. അതിൽ ഫോണറ്റിക്സ് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്, പ്രൊനൗൺസിയേഷൻ കൂടി നോക്കേണ്ടതുണ്ട്. മറ്റുള്ള ഇപ്പോൾ ഗായത്രി എന്ന് പറയുന്ന പേര് നമുക്ക് പല രീതിയിൽ എഴുതാം. GAYATHRI എന്ന് എഴുതാം, RY എന്ന് എഴുതാം, GAYATRI എന്ന് എഴുതാം. അപ്പോൾ അത്തരത്തിൽ ഉച്ചാരണം സെയിം ആയിരിക്കും, പക്ഷേ സ്പെല്ലിംഗ് ഡിഫറൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ടേംസ് നമുക്ക് ട്രേഡ് മാർക്കിന് കിട്ടത്തില്ല. അപ്പോൾ അതും നിങ്ങൾ ഒരിക്കലും നോക്കരുത്. അതിലേക്കും നിങ്ങൾ അത്തരത്തിലുള്ള ടേംസ് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് മാർക്കിന് കൊടുക്കരുത്. ഇതെല്ലാം സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പിൻട്രസ്റ്റ് അറിയാലോ, പിൻ പ്ലസ് ഇൻട്രസ്റ്റ് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന പേര്. അപ്പോൾ രണ്ട് ഇംഗ്ലീഷ് ടേംസ് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു നെയിം പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പേരുകൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, ഒരു 80% വരെ. ബാക്കി 20% ഏതൊരു പേരിനാണെങ്കിലും ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. കാരണം ഒപ്പോസിഷൻ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയത്തില്ല അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നെയിംസ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെയാണ് മറ്റ് ഭാഷകളിലുള്ള ടേംസ് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ സാൻസ്ക്രിറ്റോ അല്ലെങ്കിൽ ജർമ്മനോ ഫ്രഞ്ചോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു ടേം എടുത്ത് അതിനെ നമ്മളൊന്ന് ഇംഗ്ലീഷ് വൽക്കരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് നെയിംസ് നോക്കാവുന്നതാണ്. മറ്റുള്ള ഭാഷകളിലുള്ള ടേംസ്, അതായത് ഇംഗ്ലീഷ് ടേംസ് ആവരുത്. പലപ്പോഴും മലയാളം ടേംസും പലതും കിട്ടത്തില്ല. മലയാളത്തിലുള്ള പല ഇപ്പോൾ ഐശ്വര്യ എന്ന് പറയുന്ന പേരിൽ നമുക്കൊരു ട്രേഡ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, സാധ്യത വളരെ കുറവായിരിക്കും. ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം ഇത്തരത്തിലുള്ള പേരുകൾ, ഐശ്വര്യ എന്നുള്ള പേരും ലക്ഷ്മി എന്നുള്ള പേരും, ഇത്തരത്തിലുള്ള കുറേ ജനറൽ നെയിംസ് ഉണ്ടല്ലോ, അമ്മു എന്ന് പറയുന്ന പേര്, ഇതൊക്കെ സ്ഥിരമായിട്ട് പലരും ഇങ്ങനെ ചോദിക്കുന്നത് അതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. കിട്ടില്ല. കാരണം ഇത് ജനറലായിട്ടുള്ള ടേംസാണ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ടേംസാണ്. സ്വാഭാവികമായിട്ടും ആ പേരുകൾ വെച്ചുകൊണ്ട് ട്രേഡ് മാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ടാകും, നമുക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ മറ്റ് ഭാഷകളിൽ നിന്നുള്ള പേര് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ അത് ഇന്ത്യൻ ഭാഷയല്ല ഞാൻ പറയുന്നത്, സാൻസ്ക്രിറ്റിലെ പല നെയിംസും ഒരുപക്ഷെ കിട്ടിയെന്ന് വരാം. മറ്റ് ഭാഷകൾ, ഫോറിൻ ലാംഗ്വേജസിലുള്ള നെയിംസ് എടുത്ത് അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ സ്പെല്ലിംഗ് ഒക്കെ മാറ്റിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള പേരുകൾക്ക് ട്രേഡ് മാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു ട്രേഡ് മാർക്കിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം, എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നും അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡ് മാർക്കിന് അപേക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യും, പല ഏജൻസീസിനും ഓൺലൈനായിട്ടുള്ള പല ഏജൻസീസിനും കൊടുത്തുകൊണ്ട് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യും. നിങ്ങൾ TM എന്ന് യൂസ് ചെയ്ത് തുടങ്ങും. പിന്നീട് ഒരു ഘട്ടത്തിലാണ് അതിന് ഒബ്ജക്ഷൻസ് വന്നു, ഒപ്പോസിഷൻസ് വന്നു, ഹിയറിങ്ങിന് പോകേണ്ടതായിട്ട് വരും എന്നുള്ള കുറേ പ്രശ്നങ്ങൾ വന്ന് അവസാനം അത് അബാൻഡൻ ആയിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള ഇത് ലോങ് ടേം ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് ഒരു സിംഗിൾ ടൈം അല്ല, അത് ലോങ് ടേം ആയിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങളുടെ ബിസിനസ്സിന് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം എക്സ്പേർട്ട് അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു പേര് നിങ്ങളുടെ ബിസിനസ്സിന് ചൂസ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ. 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സ്ഥാപനത്തിൽ നിന്നും ആളുകൾ ഉൽപ്പന്നം വാങ്ങുന്നത്. ഒന്ന്, ഉൽപ്പന്നം മികച്ചതായതുകൊണ്ട്.
2, ഉൽപ്പന്നം വിൽക്കുന്ന സെയിൽസ്മാൻ മികച്ചതായതുകൊണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നം മികച്ചതാണെന്നുണ്ടെങ്കിലും ഉൽപ്പന്നം വിൽക്കുന്ന ആൾ മികച്ചതല്ല എങ്കിൽ, നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ക്വാളിറ്റീസ് പഠിച്ചെടുക്കാം ബ്രാൻഡിസം ഓൺലൈൻ അക്കാഡമി സെയിൽസ് ഫൗണ്ടേഷൻ ഓൺലൈൻ കോഴ്സിലൂടെ. കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യുവാനും സന്ദർശിക്കുക academy.brandisam.com അല്ലെങ്കിൽ www.brandisam.com.